നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈന അതെപ്പോഴും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അവരുടെ മാനവ വിഭവശേഷി സാങ്കേതികത്വത്തിലും അല്ലാതെയുമൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഒരു 50 വർഷം ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ താരതമ്യപ്പെടുത്തിയാൽ പോലും 50 വർഷം മുന്നോട്ട് സഞ്ചരിക്കുന്നുവെന്ന് പലതവണ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ചൈനയും ജപ്പാനും ഒക്കെ തന്നെ അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു ഇന്ത്യക്കാരൻ ചൈനയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, അത് അദ്ദേഹത്തെ അമ്പരപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇപ്പോൾ അത് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1600 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ എത്ര ദിവസമെടുക്കും? ട്രെയിനിലാണ് പോകുന്നത്. എന്നാൽ ചൈനയിൽ രാവിലെ പോയാൽ വൈകുന്നേരം തന്നെ തിരികെ എത്താനായി സാധിക്കും. ഇതാണ് അവിടുത്തെ വിസ്മയം. ചൈനീസ് ട്രെയിനുകൾ എത്രത്തോളം വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഒരു സംരംഭകൻ, ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു സംരംഭകൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ 1500 കിലോമീറ്ററിലധികം താൻ യാത്ര ചെയ്ത് രാത്രി തിരികെ റൂമിലെത്തിയതെന്ന് സ്കൈവിക്സിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള ആകാശ് ബെൻസൽ പറയുന്നത്. ചൈനീസ് അതിവേഗ ട്രെയിനുകൾ ലോകോത്തര മാതൃകയായി തന്നെ മാറുകയാണ്. ലോകത്താകമാനം ഏറ്റവും അധികം പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതാണ്. കേവലം 4.5 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയ 800 കിലോമീറ്റർ യാത്ര, അതായത് ഓരോ മണിക്കൂറിലും 200 കിലോമീറ്ററിൽ അടുത്ത് സഞ്ചരിക്കാനായി ഈ ട്രെയിനുകൾക്ക് സാധിക്കുന്നു. 800 കിലോമീറ്റർ യാത്രയ്ക്കായി ചിലവാക്കിയതാകട്ടെ 4000 രൂപയും. ആകെ 1600 കിലോമീറ്റർ യാത്ര ചെയ്ത് 9-10 മണിക്കൂറിനുള്ളിൽ തിരികെ എത്താൻ ചിലവായതാകട്ടെ 8000 രൂപയും. വേഗത മാത്രമല്ല, തടസ്സങ്ങളില്ലാത്തൊരു യാത്രാനുഭവം അതുകൂടിയാണ് ചൈനീസ് ട്രെയിനുകൾ ജനങ്ങൾക്ക് നൽകുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ്: അങ്ങനെ ഞാൻ 3 മണിക്കൂർ മീറ്റിങ്ങിന് വേണ്ടി ഒരു ദിവസം 1600 കിലോമീറ്ററോളമാണ് യാത്ര ചെയ്തത്. എന്നാൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നവർ ഏറ്റവും അധികം ക്ഷീണിതരാവാറുണ്ട്. എന്നാൽ ഞാൻ ഈ യാത്രയുടെ അവസാനം വരെ അവശനായിട്ടില്ല. അതാണ് ചൈനയിലെ ജീവിതം. അതെത്രത്തോളം സൗകര്യപ്രദമാണെന്ന് താൻ അനുഭവിച്ചറിഞ്ഞു. അതാണ് താൻ ഇന്ന് കാണിക്കുന്നത്. ഞാൻ രാവിലെ ട്രെയിനിൽ കയറി ഒരു വശത്തേക്ക് 800 കിലോമീറ്റർ യാത്ര ചെയ്തു. ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി പോയി. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. തിരിച്ച് രാത്രി തന്നെ ഞാൻ എൻ്റെ കിടക്കയിൽ ഉറങ്ങാനായി എത്തി, റൂമിലെത്തി എന്നാണ് ബെൻസൽ പറയുന്നത്. പിന്നീട് ചൈനീസ് റെയിൽവേ സ്റ്റേഷനുകളുടെ വലിപ്പത്തെക്കുറിച്ചും അവയുടെ കാര്യക്ഷമതയെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ രീതികൾ അതെങ്ങനെയാണെന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നു. ബോർഡിംഗ് അടക്കം എത്രത്തോളം സൗകര്യപ്രദമാക്കി അവർ മാറ്റി, എത്രത്തോളം കാര്യക്ഷമമായിരുന്നു എന്നത് അടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സ്റ്റേഷനുകൾ വളരെ വലുതാണ്. പുറപ്പെടുന്നതിന് 10 മിനിറ്റ് മുൻപ് മാത്രം പ്ലാറ്റ്ഫോമിലെത്തിയാൽ മതിയെന്നാണ്. തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടോ സ്കാനറിൽ സ്കാൻ ചെയ്താൽ മാത്രം വാതിൽ തുറന്നു തരും. നിങ്ങൾ നേരത്തെ എത്തുന്നു എന്ന് കരുതുക. ഒരു കൗണ്ടറിൽ പോയാൽ അവർ നിങ്ങളുടെ ടിക്കറ്റ് നേരത്തെയുള്ള ട്രെയിനിലേക്ക് മാറ്റിത്തരും. എത്ര മനോഹരമാണ്! നമ്മുടെ സമയം ലാഭിക്കാൻ സാധിക്കുന്ന രീതിയിൽ അവരതിനെ മാറ്റിയെടുക്കും. സ്റ്റേഷനുകളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം 30% മസാജ് ചെയറുകളാണ്. യാത്രാക്ലേശമോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗപ്പെടുത്താം. കേവലം 100 രൂപ മാത്രമാണ് ഈ ചെയറുകൾക്ക് ചാർജ് അവർ ഈടാക്കുന്നത്. ഏറ്റവും അധികം ചിട്ടയായ രീതിയിലുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ നമുക്ക് ലഭ്യമാകുന്നത് ചൈനയിൽ. അതുകൂടാതെ ഒരു സ്റ്റേഷനിൽ 1/2 മണിക്കൂർ നേരത്തെ എത്തിയപ്പോൾ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അടുത്തെത്തി ടിക്കറ്റ് പരിശോധിച്ചു. 1/2 മണിക്കൂർ എന്തായിരുന്നാലും വൈകേണ്ടതില്ല, 10 മിനിറ്റിനുള്ളിൽ പുറപ്പെടുന്ന മറ്റൊരു ട്രെയിനിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് കൗണ്ടറിലേക്കായിരുന്നു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ഒന്ന് മനസ്സിലാക്കുക, താൻ ആവശ്യപ്പെടുകയോ താൻ പറയുകയോ സൂചിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതെല്ലാം ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വന്ന് കണ്ടറിഞ്ഞ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. ആ വ്യക്തി മാത്രമായി ചെയ്തതാണ്. തന്നെ അവഗണിച്ച് അദ്ദേഹത്തിൻ്റെ ജോലി നോക്കി പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഇതാണെന്നുള്ളതും ഒരിക്കലും ഒരാൾക്കും ഒരു നിമിഷം പോലും വൈകരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടുത്തെ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. ഈ സംരംഭകൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ തന്നെ വിവാദമായി മാറുകയും വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗം ആളുകൾ ചൈനയെ എതിർക്കുകയും എന്നാൽ മറുഭാഗം ആളുകൾ ചൈനയെ നയതന്ത്രപരമായുള്ള എതിർപ്പുകളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ സാങ്കേതിക മേഖലയിൽ അവർ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന്
ചുരുക്കി പറയുന്നുണ്ട്. ഇത് ശരിക്കും അതിശയകരമായ ഒരു കാഴ്ച തന്നെയാണെന്നും ചൈനയുടെ അതിവേഗ റെയിൽ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയും സൗകര്യവും ഒക്കെ യാത്രാനുഭവത്തെ എത്രത്തോളം മാറ്റിമറിക്കുന്നു, അത് തടസ്സമില്ലാതാക്കി മാറ്റുന്നു എന്നതൊക്കെ തന്നെ നിരവധി ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും കാര്യക്ഷമമായി സംവിധാനങ്ങൾ മാറ്റിയെടുത്ത് എന്തും തന്നെ നമുക്ക് നേടിയെടുക്കാമെന്നും നമ്മുടെ സമയലാഭം ഉണ്ടാക്കിയെടുക്കാമെന്നും ഒക്കെ തന്നെ ഇത് തെളിയിക്കുകയാണ്. ദീർഘദൂര യാത്രകൾ പോലും വളരെ ചെറുതായി തോന്നിപ്പിക്കുന്ന രീതിയിൽ അനുഭവേദ്യമാക്കി ഈ യാത്രകളെ മാറ്റുന്നു. ഈ സൗകര്യം മാത്രമല്ല, വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ വഴിയുള്ള ഉൽപ്പാദനക്ഷമതയും വേഗത വിശ്വാസ്യതയുമായി കൂടിച്ചേരുമ്പോൾ സാമ്പത്തിക ഉൽപ്പാദനം അടക്കം വർദ്ധിക്കും. അതുതന്നെയാണ് ഇന്ത്യക്കടക്കം ഇന്ത്യയെ പോലുള്ള നിരവധി രാജ്യങ്ങൾക്ക് ചൈനയിൽ നിന്നും പകർത്താനും പഠിക്കാനുമായി സാധിക്കുന്ന മറ്റൊരു വിഷയം എന്നുള്ളതും പലരും കമൻറ്റ് ചെയ്യുന്നു. ചൈനയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ലാഭത്തിലാകാൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ഇത്ര വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ഒരു ആഡംബരമായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല എന്നും പലരും എടുത്തു പറയുന്നു. പകരം അതിനുവേണ്ടി കൊണ്ടുവരേണ്ടത് എയർപോർട്ട് കണക്ടിവിറ്റികളാണെന്നും അതിലൂടെ കുറച്ചുകൂടി സമയം ലാഭിക്കാനായി സാധിക്കുമെന്നും പലരും കുറിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.